ഫൈനലിൽ ഇന്ത്യയുടെ സാധ്യതകൾ വിലയിരുത്തുകയാണ് പരിശീലകൻ ബിജു ജോർജ് മറ്റാരുമല്ല, സഞ്ജു സാംസനെ പരുവപ്പെടുത്തിയെടുത്ത ആദ്യകാല പരിശീലകൻ കൂടിയാണ് ബിജു ജോർജ്. തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു ജോർജ്. എൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ക്രിക്കറ്റ് ലോകം ആവേശത്തിലാണ്. T20 വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് പ്രമുഖ ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജ് ആണ്. എത്രത്തോളം സാധ്യതയാണ് ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ? കാരണം അത്ര അനായാസമായി കയറി വന്നതല്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് മാച്ച് പോലും വളരെ ഫൈറ്റ് ചെയ്ത ഒരു ടൂർണമെന്റാണ്. എത്രത്തോളം സാധ്യതയുണ്ട് ഇന്ത്യക്ക്? ഒരു വലിയ ടൂർണമെന്റിൽ വരുമ്പോഴത്തേക്ക് ഒരു ടീമും തുടർച്ചയായിട്ട് ജയിച്ചു വരില്ല. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റത് വേക്കപ്പ് കോളായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ കളിയും കമ്മിറ്റ്മെന്റും അവരുടെ പ്ലാനിങ്ങിന്റെ ലെവലിലൊക്കെ വളരെ വ്യത്യാസം വന്നു. എന്റെ മനസ്സിൽ വെച്ച് 95% ഇന്ത്യ ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യ ഒരു 10 മാച്ചിൽ 7 മാച്ച് ജയിച്ചു റെക്കോർഡ് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ അപ്പോഴൊരു വേൾഡ് കപ്പ് ഫൈനൽ തോറ്റ ഒരു ഗ്രൗണ്ടാണ്. അതായത് ഹോണ്ട് ചെയ്യൂ ടീമിനെ? അങ്ങനെ ഒരിക്കലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കഴിഞ്ഞ മാച്ച്, കഴിഞ്ഞ ബോൾ, ഇതിനൊന്നും നമുക്ക് പ്രസക്തിയില്ല. നമ്മൾ നേരിടാൻ പോണ ബോൾ, നെക്സ്റ്റ് കളിക്കുന്ന മാച്ച്, ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കും. ഇന്ത്യയും പെർഫെക്റ്റ്ലി എന്ന് പറയുന്ന പീക്കിലാണ്. തീർച്ചയായിട്ടും ജയിക്കും. ഈ ടീം കോമ്പോസിഷൻ എങ്ങനെയാണ് ശരിക്കും? ഒരു 6th ബൌളറുടെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് ഇന്ന് കുൽദീപ് കളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡേഴ്സ് ചൈനമൻ ബോളേഴ്സിന് ട്രഡീഷണലി അത്ര നല്ലപോലെ കളിക്കുന്നവരല്ല. അതുകൊണ്ട് കുൽദീപ് കളിക്കണമെന്നാണ് എന്റെ പ്രതീക്ഷ. വരുൺ ചക്രവർത്തിക്ക് പകരമാണോ? വരുൺ ചക്രവർത്തിയും കുൽദീപ് രണ്ടുപേരും കളിക്കണം. 2 സ്പിന്നേഴ്സ് കളിക്കണം. ഒരു ബാറ്റർ മാറേണ്ടി വരും, ഓൾറൗണ്ടർ മാറേണ്ടി വരും. ശിവൻ ദുബെ നല്ല ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ശിവൻ ദുബെ അത് മാനേജ്മെന്റിന്റെ തലവേദനയാണ്. പക്ഷെ ഒരു ബാറ്റർ മാറിയാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പൊ സഞ്ജു നല്ലപോലെ ബാറ്റ് ചെയ്യുന്നു. അഭിഷേക് ശർമ്മ ഇത് ഡ്യൂ ഫോർ എ ബിഗ് സ്കോർ. 100% ഇന്നത്തെ മാച്ച് അടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബാറ്റർ മാറിയാലും ഒരു ബോളർ റെസ്റ്റ് വരുന്നത് നല്ലത് തന്നെയാണ്. ഈ 6 ബോളറുടെ ഒരു കുറവ് കൃത്യമായിട്ട് കഴിഞ്ഞ മാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 30 റണ്ണൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദുബെ ബോൾ ചെയ്യാൻ പോലും സുരൂപ തയ്യാറായത്. ഇന്ന് ഈ ന്യൂസിലാൻഡ് പോലത്തെ ഒരു ടീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മീഡിയം ബേസ് ബോളേഴ്സിനെ കളിച്ച് വളരെ പരിചയമുള്ളവരായിരിക്കും. അതേസമയം മിസ്റ്ററി സ്പിന്നേഴ്സ്, ചൈനമൻ ബോളേഴ്സ് തീർച്ചയായിട്ടും അവർക്കൊരു പ്രതികൂലമായിട്ടുള്ള ബോളിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ഇതാരും കളിക്കണം തന്നെയാണ് വിശ്വസിക്കുന്നത്. സൂര്യകുമാരുടെ രീതിക്ക് നോക്കുമ്പോൾ ഈ ടീം ഘടന മാറ്റാൻ തയ്യാറാകുമോ? ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അങ്ങനെ കണ്ടിന്യൂ നോക്കില്ല? ഗൗതം ഗംഭീറിനെ പോലൊരു കോച്ചുള്ളിടത്തോളം കാലം എപ്പോഴും റാഡിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന കോച്ചാണ്. എന്റെ വിശ്വാസം അനുസരിച്ച് മാറ്റം വരുമെന്ന്. ന്യൂസിലൻഡ് ഓപ്പണേഴ്സ് സൗത്ത് ആഫ്രിക്ക മാച്ച് കളിച്ച് അസാധ്യമായ പ്രകടനമാണ്. അവരെ ശരിക്കും പേടിക്കണ്ടേ? ഫിന്നലനും ടീം സ്റ്റുവർട്ട്, സീഫർട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സാണ്. സീഫർട്ടിന്റെ കൂടെ ഞാൻ ഡൽഹി ക്യാപിറ്റൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ KKR രണ്ടുപേരും KKRന്റെ പ്ലേയേഴ്സാണ്. രണ്ട് ഓപ്പണേഴ്സാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് ക്വാളിറ്റി അവരെങ്ങനെ നേരിടും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഫൈനൽ പ്രഷർ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഒരിക്കലും ഇല്ല. അവർക്ക് ഉണ്ടാവില്ലേ? അവർക്കുണ്ടാവുമായിരിക്കും. ഇന്ത്യക്ക് ഒരിക്കലും ഇല്ല. വലിയൊരു സ്റ്റേഡിയമാണ്. അപ്പൊ അതിന്റെ ഒരു വൈബ് കൂടി വരുമ്പോൾ സ്റ്റേഡിയം വൈബാണ്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര നോയ്സിയാണ്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. അതിന് കളിക്ക് അതിന്റെ അകത്തിറങ്ങിയാൽ നമ്മൾ സൗണ്ട് പോലും കേൾക്കില്ല. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. സഞ്ജു സാംസനെ പറ്റി പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സഞ്ജു ഈ ന്യൂസിലൻഡ് ടൂറിൽ അവസാന മാച്ച് ഇവിടുന്ന് പോകുമ്പോൾ തീർത്തും നിരാശനായി അടുത്ത ആരാധകർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലായിരുന്നു. സഞ്ജുവിന് തിരിച്ചു വരും എങ്ങനെ? നാളെ എങ്ങനെ സഞ്ജുവിനെ പ്രതീക്ഷിക്കുന്നു? ഒന്ന് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. അപ്പൊ സഞ്ജു തീർച്ചയായിട്ടും ഈ വരുന്ന ഫോമിൽ അതേപോലെ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നു. ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത. 95% ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത. ബിജു ജോർജ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം ഇന്ത്യൻ വനിതാ ടീമിന്റെ ഫീൽഡിംഗ് പരിശീലകനായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫീൽഡിംഗ് കോച്ച്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലക സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹമാണ് ഇന്ത്യയുടെ ഫൈനൽ മത്സരത്തിലെ സാധ്യതകൾ, ഇന്ത്യൻ ടീമിന്റെ കോമ്പോസിഷൻ എങ്ങനെ ആയിരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.